ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അബുദാബി സെൻറ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗങ്ങളെ, പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, നോമ്പാകുന്ന തീർത്ഥാടന വഴികളിലാകുന്നു നാം. സുഹൃതവാനായി ആത്മീക ജീവൻ നേടുവാൻ ആവശ്യമുള്ളവന് നീതിയുടെ വേലയ്ക്കുള്ള ദിവസങ്ങളാകുന്നു പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വസന്തം എന്നർത്ഥമുള്ള ലെങ്തൻ എന്ന വാക്കിൽ നിന്നാണ് നോമ്പ് എന്നർത്ഥമുള്ള ലെന്റ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. വസന്ത കാലഘട്ടം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലഘട്ടമാണ്. എന്ത് വിതയ്ക്കണമെന്ന് ചിന്തിച്ച് തങ്ങളുടെ നിലങ്ങൾ ഒരുക്കിയിടുന്ന കാലഘട്ടം. തുടർന്ന് മഴയുടെ കാലഘട്ടം കടന്നു വരുമ്പോൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന വിത്ത് വിതച്ച് 100 മേനി ഫലം കൊയ്തെടുക്കുന്ന കാലഘട്ടം. പരിശുദ്ധ നോമ്പെന്നതും ഒരു ആത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വസന്ത കാലഘട്ടമാണ്. ജീവിതത്തിൻ്റെ ഒരുക്കത്തിനും ജീവിതത്തിൻ്റെ മാറ്റത്തിനും ജീവിതത്തിൻ്റെ മാനസാന്തരത്തിനുമുള്ള ഒരു കാലഘട്ടമാണ് പരിശുദ്ധ നോമ്പിൻ്റെ ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചില ബോധ്യങ്ങളുണ്ടാകണം. ആത്മീക ജീവിതം മുന്നോട്ട് മുന്നേറുവാനുള്ള കാലഘട്ടമായി നോമ്പുകാലത്തെ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് ഇടയാകണം. നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ വളരെ സുന്ദരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീതിമാന്മാർ സുഹൃതവും ശ്രേഷ്ഠതയും പ്രാപിച്ചതുപോലെ മൺമേന്മാർ നോമ്പ് നോറ്റ് തേജോമയരായി സ്വർഗീയരോടുകൂടെ കലരപ്പെട്ടതുപോലെ നമ്മുടെ നോമ്പും ദൈവസന്നിധിയിൽ ഇമ്പകരമാകണം. നാം നമ്മുടെ സ്വത്വബോധത്തിൽ നിന്നും പുറത്തു കിടന്ന് അപരനിൽ ദൈവത്തെ കാണുന്നതിനും ശുശ്രൂഷിക്കുവാനുമുള്ള അവസരമായി ഈ നോമ്പ് കാലഘട്ടത്തെ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് ഇടയാകണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നല്ല ശമരിയാക്കാരൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളെക്കാൾ ഉപരിയായി, തനിക്ക് നഷ്ടമാകുന്ന സമയങ്ങളെക്കാൾ ഉപരിയായി, തനിക്ക് നഷ്ടമാകുന്ന ധനത്തേക്കാൾ ഉപരിയായി അപരനിൽ തന്നെ കാണുകയും അവരെ കരുതുകയും ചെയ്യുന്ന നല്ല ശമരിയക്കാരായി നമുക്കും രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയാകണം. ആത്മീക സുഹൃതങ്ങൾ നിറഞ്ഞു കവിയുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ എല്ലാ സ്നേഹിതർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സ്നേഹത്തോടെ ലൂക്കോസ്.